സംസ്ഥാനത്ത് കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനം. കൊല്ലം ജില്ലയിൽ പുതിയ റഡാർ സ്ഥാപിക്കും. 250 കിലോമീറ്റർ നിരീക്ഷണ പരിധിയുള്ള റഡാറാണ് സ്ഥാപിക്കുന്നത്. ഇതോടെ സംസ്ഥാനം മുഴുവൻ റഡാറുകളുടെ നിരീക്ഷണ പരിധിയിലാകും. ഒന്ന് കൊല്ലത്താണ്. നമുക്ക് ഇപ്പം നിലവിൽ IMDക്ക് കൊച്ചിയിൽ ഒരു റഡാറുണ്ട്. പിന്നെ തിരുവനന്തപുരത്തൊരു റഡാർ ഉള്ളത് നമ്മുടെ ISROയുടെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ നമുക്കത് അതിൽ നിന്നുള്ള ഡാറ്റ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ഇടയ്ക്കൊരു നമുക്കൊരു എന്താ പറയുക, ഒരു സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഒരു ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ കൊല്ലമാണ്, കൊച്ചിക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള കൊല്ലമാണ് നമ്മൾ തിരിക്കുന്ന ഒരു സ്ഥലം. തീവ്ര കാലാവസ്ഥയും അല്ലെങ്കിൽ മാറിമറിയുന്ന ഈ കാലാവസ്ഥയിൽ കേരളത്തിൻ്റെ വൾണറബിലിറ്റിയും കണക്കിലെടുത്തുകൊണ്ട് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ നെറ്റ്വർക്കാണ് നമ്മൾ ഈ മിഷൻ മോസം പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്നതോടുകൂടി നമുക്ക് കൈവരുന്നത്. സാന്ത്വന തുടരുന്നുണ്ട്. സാന്ത്വന, ഈ കാലവർഷക്കെടുതികൾ ഉൾപ്പെടെ മുൻകൂട്ടി കണ്ടെത്താൻ അല്ലെങ്കിൽ അതിനൊരു ജാഗ്രത എടുക്കാൻ വേണ്ടി കൂടിയാണോ ഈ റഡാർ സംവിധാനം ഏർപ്പെടുത്തുന്നത്? ആര്യ, കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ പ്രവചനാതീതമായിരിക്കുകയാണ് എന്നുള്ളതാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത്. പ്രത്യേകിച്ച് വയനാട് ദുരന്തമൊക്കെ വന്ന പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടതാണ് എത്ര പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്, എത്ര പെട്ടെന്നാണ് വലിയ മഴ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കൂടുതൽ റഡാറുകൾ സ്ഥാപിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കാലാവസ്ഥാ വകുപ്പ് എത്തിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ പുതിയ റഡാർ സ്ഥാപിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 250 മീറ്ററോളമുള്ള വിവരങ്ങൾ ലഭിക്കുക, 250 കിലോമീറ്റർ ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കും പുതിയ റഡാർ സ്ഥാപിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ISROയുടെ ഒരു റഡാർ ഉണ്ടായി, അതുപോലെ തന്നെ എറണാകുളത്തും മറ്റൊരു റഡാർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റഡാർ സംവിധാനങ്ങൾക്കും ഇടയിലായി ആലപ്പുഴ, കൊല്ലം, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളിലെ വിവരങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കൂടി ഒരു റഡാർ സ്ഥാപിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വയനാട് പഴശ്ശിരാജ കോളേജിൽ ഒരു റഡാർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാകാറായിട്ടുണ്ട്. അതുപോലെ തന്നെ മാംഗ്ലൂരും ഒരു റഡാർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മാംഗ്ലൂരിലെ റഡാർ നമുക്ക് വടക്കൻ ജില്ലകളിലേക്കുള്ള ആവശ്യമായ ഡേറ്റകൾ കിട്ടും. അതുപോലെ തന്നെ വയനാട് പുതിയ റഡാർ വരുന്നതോടുകൂടി ആ ഭാഗത്തെയും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ എറണാകുളത്ത് ഒരു റഡാർ ഉണ്ട്. ഇനിയിപ്പോൾ കൊല്ലത്ത് ഒരെണ്ണം കൂടി വരുന്നതോടുകൂടി തന്നെ ഏതാണ്ട് സംസ്ഥാനം മുഴുവനായി റഡാറിന്റെ ഒരു പരിധിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ കൃത്യമായ ഒരു കാലാവസ്ഥാ വിവരങ്ങൾ നമുക്ക് ഇതിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇതിലൂടെ കൃത്യമായി തന്നെ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അത് മാത്രമല്ല, കേരളത്തിലെ കൊല്ലത്ത് മാത്രമല്ല ലക്ഷദ്വീപിൽ കൂടി 2 റഡാർ സ്ഥാപിക്കാനുള്ള നീക്കമുണ്ട്. അപ്പോൾ അറബിക്കടലിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ചുഴലിക്കാറ്റോ അതുപോലെ തന്നെ ഏതെങ്കിലും ചക്രവാത ചുഴിയോ ന്യൂനമർദ്ദമോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതുകൂടി നമുക്ക് അറിയാമെന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പുറമെ മഴയുടെ തീവ്രത അതുപോലെ തന്നെ മഴ ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ അളക്കുന്ന മറ്റ് ചില ഉപകരണങ്ങൾ കൂടി മിഷൻ മോസം പ്രോജക്ടിന്റെ ഭാഗമായി, ഇതൊരു കേന്ദ്ര സർക്കാർ പ്രോജക്റ്റാണ്, അപ്പോൾ അതിന്റെ ഭാഗമായി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ തന്നെയും കുറച്ചുകൂടി വ്യക്തമായും കൃത്യമായും നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ കൂടിയാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. സാന്ത്വന സജുവാണ് വിവരങ്ങൾ നൽകിയത്.